കുഞ്ഞൊരു ബാൽക്കണി. ഇത് മേളത്തെ മാസ്റ്റർ ബെഡ്റൂം ആണോ? ഏത് ഇതാ? ഇല്ല, ചുമ്മാ ഒരു വിനു ചേട്ടന്റെ ഫോർച്യൂണർ. എത്ര നാളായി ചേട്ടാ വണ്ടി എടുത്തിട്ട്? 2018 വണ്ടി എടുത്തു. 2018 വണ്ടി എടുത്തിട്ട് ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ കോഴിക്കോട് നിന്നൊരു ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വെളുപ്പിന് ഇവിടെ വന്ന് കോഴിക്കോട് വന്ന് ചാടുമ്പോൾ ആലുവ വന്ന് ചാടുമ്പോഴേ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക, നോക്കി നിൽക്കുമ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പിള്ളേരെ എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സില്ലേ, ഗ്ലാസിൻ്റെ ഒപ്പം വെള്ളം ഇങ്ങനെ. അപ്പോൾ ഈ വണ്ടി ആ വെള്ളത്തീക്കട ഓടിച്ച് ഞാൻ ആലുവ പാസ് ചെയ്ത് പോയി. അന്നേരം വല്ല കല്ലോ വല്ല തടിയോ എങ്ങാനും മറ്റേ വെള്ളത്തിൻ്റെ അടിയിൽ കിടപ്പുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കായാൽ നിന്നു പോവും. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവൻ, അതുകൊണ്ട് നമ്മുടെ ഒരു മൂത്ത മോനെ കാണുന്ന ഒരു ലാഘവത്തോടെ ഞാൻ എൻ്റെ വണ്ടി ഫോർച്യൂണറിനെ കാണണേ. 4 വീലുള്ള മൂത്ത മോൻ. അങ്ങനെ ഇപ്പൊ 4 മക്കളാണല്ലേ? 4 ഇവൻ 5-ാമൻ. അത് 5 മക്കളുള്ള ബിനുചേട്ടൻ. ബിനുചേട്ടാ 5 മക്കളുള്ള ബിനുചേട്ടൻ എന്ന് പറഞ്ഞാൽ അടുത്തത് സോഷ്യൽ മീഡിയയിൽ 5 മക്കളുള്ള ബിനുചേട്ടൻ എങ്ങനെ സാധിക്കുന്നു ഇവന് എന്നൊക്കെ വാർത്ത കളയും. 5 മക്കളില്ല കേട്ടോ, ഞാൻ എല്ലാത്തിനും മക്കളെ പോലെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിനുചേട്ടാ, നല്ല മഴ, നല്ല ഒരു ദിവസം, നല്ല അന്തരീക്ഷം, ഞാൻ വന്നു, നല്ലൊരു മൂഡ് ഓവറോൾ. ബിനുചേട്ടൻ ഒരു പാട്ട് പാടാൻ തോന്നുന്നില്ലേ? പിന്നെ എന്നാ പാടിക്കോ. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഇത് നാച്ചുറൽ വോയിസ് അല്ലേ മഴയുടെ. മഴയും പാടുന്നു, ചേട്ടനും പാടുന്നു. അതായത് ഒരു കിസ് കൈൻ സബ്ദുലയിൽ കൈതപ്പുറവും ലാലേട്ടനും പാടുന്ന ലാഘവത്തോടെ മഴയും പാടുന്നു, ഞാനും പാടുന്നു. അതെ, ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ ചായക്കടയിലൊക്കെ ഇങ്ങനെ ബ്രൂ ഹോളിക്സ് ഒക്കെ തൂക്കിയിട്ടില്ല. മോക്കേ നമുക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചു വെക്കണം. നമുക്ക് ഇതിന് മറ്റത് മേടിച്ചാൽ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തു. ഇതാകുമ്പോൾ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ചേട്ടാ, ബിനു അടിമാലി എന്ന് പേരിട്ട് എന്താ അടിമാലി താമസിക്കാതെ ഇവിടെ താമസിക്കുന്നു? ഞാനിത് മിണ്ടാതെ വെച്ചോണ്ടിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചാനല്. ഒരു സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെയാണ്. പിന്നെ നാട്ടിലേക്ക് പോകണം. പിന്നെ 3 മണിക്കൂർ തിരുവനന്തപുരത്ത് പോകണ 3 മണിക്കൂർ കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ പോരാൻ. ഓക്കെ ചേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് അതേ സംസാരിക്കാതെ ഇനി അങ്ങോട്ട് പോയാലോ? നിങ്ങൾ അടുക്കളയിൽ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാന്ന് മനസ്സിലായി. ഇവിടെ നിന്നിട്ട് ഭയങ്കര ഒരു വല്ലായികയുണ്ടല്ലേ ഒരു ഇറിറ്റേഷൻ പോലെ, നമ്മൾ നിൽക്കാത്ത സ്ഥലമായതുകൊണ്ട് ശീലക്കുറവ്. അതെ അതെ. എങ്ങനെ മക്കളൊക്കെ ചേട്ടനെ പോലെ ഭയങ്കര കൗണ്ടർ കോമഡി ഒക്കെയാണ്? പിന്നെ സീരിയസ് ആണോ ചേച്ചി? എല്ലാവരും ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അവനൊക്കെ വന്നാണ്ടല്ലോ രക്ഷയില്ല. ആണല്ലേ? അപ്പൊ ചേട്ടൻ ഇവിടെ വഴക്ക് പറയുമ്പോ ഇവര് തിരിച്ച് കോമഡി അടിച്ച ചേട്ടൻ എന്ത് തോന്നും? ഞാൻ തമാശ ഞാൻ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കുന്നില്ല.